വിശുദ്ധ അഗ്രിക്കോളസ്. മാഗ്നസ് എന്ന റോമൻ സെനറ്ററുടെ മകനായിരുന്നു വിശുദ്ധ അഗ്രിക്കോളസ്. 14-ാമത്തെ വയസ്സിൽ വിശുദ്ധ അഗ്രിക്കോളസ് സന്യാസ ആശ്രമത്തിൽ ചേർന്ന് ഭക്തിമാർഗത്തിലും ജ്ഞാനമാർഗത്തിലും അസാമാന്യ അറിവ് സമ്പാദിച്ച് പേരെടുത്തു. അമ്മയുടെ മരണശേഷമാണ് അദ്ദേഹം സന്യാസ ആശ്രമത്തിൽ ചേർന്നതായി കരുതപ്പെടുന്നത്. ഇതിനിടയിൽ വിഭാര്യനായ അദ്ദേഹത്തിൻ്റെ പിതാവിന് ഒരു സന്യാസിയാകാനുള്ള കൽപ്പന ലഭിച്ചു. 16 വർഷങ്ങൾക്ക് ശേഷം മാഗ്നസ് അവിഗ്നോനിലെ ബിഷപ്പായി വാഴിക്കപ്പെട്ടു. ഈ സ്ഥാനത്തിരിക്കുമ്പോൾ ഇതിനോടകം തന്നെ ചിരകാലമായി ഒരു വൈദികനായി സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന സ്വന്തം മകനെ പൊതുഭരണ ചുമതലയിൽ സഹായമെത്താനായി വാഴിക്കുവാനുള്ള അസുലഭ സൗഭാഗ്യവും ആ പിതാവിന് ലഭിച്ചു. 10 വർഷങ്ങൾക്ക് ശേഷം പിതാവിൻ്റെ പിൻഗാമിയായി ഉയർത്തപ്പെട്ട വിശുദ്ധ അഗ്രിക്കോളസ് സുവിശേഷ പ്രഘോഷണത്തിലും സാധുജന സംരക്ഷണത്തിലും പ്രസിദ്ധനായി തീർന്നു. വിശുദ്ധന്മാരായ ജോർജ്, ഏസേഷ്യസ്, അന്ത്യോക്യയിലെ മാർഗരറ്റ് എന്നിവരെ പോലെ ഒരു വ്യാളിയോടൊപ്പം അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നത് പിശാചിനെതിരെ പടവെട്ടിയതുകൊണ്ടാണ്. ഈ പോരാട്ടത്തിൽ അദ്ദേഹം വിജയിച്ചത് ബലഹീനമായ സ്വന്തം മാനുഷിക ഇച്ഛാശക്തി കൊണ്ടല്ല, മറിച്ച് ലോകരക്ഷകനായ ക്രിസ്തുവിൻ്റെ കുരിശുരൂപവും പ്രാർത്ഥനയും ഉപവാസവും അചഞ്ചലമായ വിശ്വാസവുമായ പടച്ചട്ടയുടെ സംരക്ഷണത്തിലാണ്. അവിഗ്നോനിലെ ബിഷപ്പ് എന്ന നിലയിൽ വിശുദ്ധ അഗ്രിക്കോളസ് തൻ്റെ ആടുകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത പുണ്യവാനായ ഇടയ ശ്രേഷ്ഠനായിരുന്നു. 1647 വിശുദ്ധ അഗ്രിക്കോളസ് അവിഗ്നോനിൻ്റെ മധ്യസ്ഥനായി പ്രഖ്യാപിക്കപ്പെട്ടു.